BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കേരളത്തിൽ PM ശ്രീ പോലുള്ള വിവാദ പദ്ധതി നടപ്പിലാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിൽ ഹൈക്കമാൻഡിന് കടുത്ത എതിർപ്പ്. സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് ദേശീയ നേതൃത്വം ശക്തമായ വിയോജിപ്പ് അറിയിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ സഹായത്തോടെയുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള മുഖ്യമന്ത്രി VD സതീശന്റെയും മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെയും നീക്കങ്ങൾക്കുള്ള ശക്തമായ തിരിച്ചടിയാണ് ഹൈക്കമാൻഡിന്റെ വിയോജിപ്പ്. സംസ്ഥാന സർക്കാരിന്റെ നീക്കമേറെ വിവാദമായത് കേന്ദ്ര ഫണ്ടുകൾക്ക് വേണ്ടി UDF സർക്കാർ രാഷ്ട്രീയപരമായും പ്രത്യയശാസ്ത്രപരമായുമുള്ള പ്രഖ്യാപിത നിലപാടിൽ നിന്ന് വഴിമാറി എന്നതിനെ ചൂണ്ടിക്കാട്ടിയാണ്. നിലവിൽ PM ശ്രീ പദ്ധതി പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾക്കും പ്രത്യയശാസ്ത്ര നിലപാടുകൾക്കും വിരുദ്ധമാണെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നത്. ഈ ദേശീയ പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാരിന്റെ നീക്കങ്ങളിന്മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഗുണദോഷങ്ങൾ വിലയിരുത്തുന്നതിനായി സർക്കാർ ഒരു മന്ത്രിസഭ ഉപസമിതി രൂപീകരിക്കുന്നുണ്ട്. പക്ഷേ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്നത് പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായിരിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയത്. പാർട്ടിയുടെ രാഷ്ട്രീയപരവും പ്രത്യയശാസ്ത്രപരവുമായ നിലപാടുകളിൽ സർക്കാർ ഒരുവിധ വിട്ടുവീഴ്ചയും ചെയ്യരുത് എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. അതേസമയം സർക്കാരിന്റെ നിലപാട് മാറ്റവും മുസ്ലിം ലീഗിലും മറ്റു മുസ്ലിം സംഘടനകളിലും ശക്തമായ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ PM ശ്രീ പദ്ധതി അറബിക്കടലിൽ എറിയുമെന്ന് ലീഗ് നേതാക്കൾ പ്രസ്താവിച്ചിരുന്നതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം പിൻവാതിലിലൂടെയും നടപ്പിലാക്കാനുള്ള വഴിയാണ് PM ശ്രീ പദ്ധതി എന്നത് പൊതുധാരണയാണ്. ഇത് സ്കൂൾ പാഠ്യപദ്ധതിയിലേക്ക് സംഘപരിവാർ പ്രത്യയശാസ്ത്രം കടന്നു വരുന്നതിന് വഴിയൊരുക്കും. കേരളത്തിൽ അത് സംഭവിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് വ്യക്തമാക്കിയത്. മാത്രമല്ല, സംഘപരിവാർ അജണ്ടയ്ക്ക് അനുസൃതമായി പിണറായി വിജയൻ സർക്കാർ സ്കൂൾ പാഠ്യപദ്ധതിയിൽ കാവ്യവൽക്കരണം നടത്തിയെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പ്രധാന പ്രചാരണം ആയുധമാക്കിയിരുന്നു. ആ നിലപാടിൽ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്യുന്നത് പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പാർട്ടിയുടെയും UDFന്റെയും വിശ്വാസ്യതയെ ബാധിക്കുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതേസമയം മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ച സാഹചര്യത്തിൽ സർക്കാർ PM ശ്രീ പദ്ധതി തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി VD സതീശന്റെ അടുത്ത വൃത്തങ്ങൾ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലൂടെ അറിയിച്ചു. സർക്കാർ ഉപസമിതിയുടെ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് എന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തേണ്ടത് മുഖ്യമന്ത്രിയുടെ ചുമതലയാണെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിച്ചു. മുൻ LDF സർക്കാർ കേന്ദ്രവുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും കേന്ദ്ര ഫണ്ട് കൈപ്പറ്റുകയും ചെയ്തതിനാലാണ് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാനം നിർബന്ധിതരായതെന്നാണ് മുഖ്യമന്ത്രി VD സതീശനും മുസ്ലിം ലീഗും അവകാശപ്പെടുന്ന സമയത്താണ് ഹൈക്കമാൻഡിന്റെ ഈ ഇടപെടൽ നടക്കുന്നത്. എന്നാൽ പദ്ധതി ഉപേക്ഷിക്കുന്നത് സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.